التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന സഹോദരങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ഈ ഒരു മജ്ലിസിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാനും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയാനും ഒരുമിച്ച് കൂടിയവരാണ്. അതിൽ സലഫി തർബിയത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് എന്താണ്, സലഫി തർബിയത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നൊരു വിഷയമാണ് എനിക്ക് നൽകപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് ചില ഉണർത്തലുകൾ എന്നോടും എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോടും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനും അതിൻ്റെ പോരാളിയായി നിലകൊള്ളാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സഹോദരങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പ്രധാനമായും പ്രവാസികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇനി ഈ സംസാരം റെക്കോർഡോ മറ്റോ കേൾക്കുന്ന നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കും ഇതിനുള്ള ഉപകരിക്കുമെന്ന ഉദ്ദേശത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ ആദ്യം പറയാം. അതിനെ തുടർന്ന് ഇൻഷാ അല്ലാഹ് സലഫി തർബിയത്തിനെ കുറിച്ചും ഈ സലഫി മൻഹജ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയാം. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ സഹോദരങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും അള്ളാഹു പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: إن بني إسرائيل تفرقت على 72 فرقة وإن هذه الأمة ستفترق على 73 فرقة. رسول الله صلى الله عليه وسلم ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായം 72 വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ട്. അവർ വ്യത്യസ്ത കക്ഷികളായി മാറിയിട്ടുണ്ട്. വഇന്ന ഹാദിഹിൽ ഉമ്മ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ, പ്രവാചകൻ്റെ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ സമുദായം സതഫ്തരിഖു അലാ 73 ഫിർഖ, 73 കക്ഷികളായി പിരിയുന്നതാണ്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും വളരെ ഗൗരവത്തിൽ എടുക്കുന്നവരായിരുന്നു അവർ. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ഈമാനിൻ്റെ ബലഹീനത കാരണത്താൽ പല വിഷയങ്ങളും നമ്മൾ കേൾക്കും, ഹദീസുകൾ കേൾക്കും, ആയാത്തുകൾ കേൾക്കും, പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. എന്നാൽ സഹാബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഗൗരവത്തിൽ അവരെടുക്കും. പ്രവാചകൻ ഈ വിഷയം പറഞ്ഞ് അവിടെ നിർത്തിയില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 73 വിഭാഗങ്ങളാകുമെന്ന് പറയുമ്പോൾ കുല്ലുഹാ ഫിന്നാർ, ഈ വിഭാഗങ്ങളൊക്കെ നരകത്തിലാണ്. സ്വർഗവും നരകവും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് സഹാബികൾ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മുടെ ഈമാനിൻ്റെ ബലഹീനത കാരണം ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ചിന്ത വരാറില്ല. എന്നാൽ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം 73 ആളുകളും നരകത്തിലാണെന്ന് പറയുകയും അത് കേട്ടപ്പോൾ സഹാബത്തിന് വല്ലാതെ ഒരു ആദിയായി, പേടിയായി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, അവരാരാണ്? ഈ 73 കക്ഷികളിൽ നിന്ന് ഒരൊറ്റ വിഭാഗം മാത്രം വിജയിക്കും എന്ന് പറയുമ്പോൾ ആരാണവർ, എങ്ങനെ എനിക്കവരെ മനസ്സിലാക്കാൻ സാധിക്കും? സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗം മുറുകെ പിടിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ ഈ ഹദീസിനെ അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം സംസാരിക്കുമ്പോൾ ഏതൊരു അഖീദയിലാണോ അവരുണ്ടായിരുന്നത് ആ അഖീദയിൽ തന്നെ അവർ ഉറച്ചു ജീവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരൊറ്റ ബിദഈയെ പോലും, ഒരൊറ്റ മുബ്തദിഇനെ പോലും സഹാബത്തിനിടയിൽ കാണാൻ സാധ്യമല്ല. എന്നാൽ താബിഈങ്ങൾക്കിടയിൽ ബിദഅത്തുകാരുണ്ട്,
താബിഈങ്ങൾക്കിടയിൽ റഊസ് അഹ്ലുൽ ളലാല എന്ന് ഇമാം ദഹബിയൊക്കെ വിശേഷിപ്പിച്ച ആളുകളെ നമുക്ക് കാണാം. എന്നാൽ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അവർ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗത്തിൽ ജീവിക്കുന്നവർ മാത്രമാണ് വിജയിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അൽ-ബഗ്വി റഹിമഹുള്ള ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നമുക്ക് കാണാം. എൻ്റെ സഹോദരങ്ങൾ, ഈ ഹദീസും നേരത്തെ നമ്മൾ പറഞ്ഞതിനെ കൂടി ഒന്ന് ചിന്തിക്കുക. ഇനി വിദ്യാർത്ഥികളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് നസീഹത്ത് നൽകി. ആ നസീഹത്തിൻ്റെ അവസാനത്തിൽ ചില സഹാബികൾ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഈ പറയുന്ന സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ താങ്കൾ നമ്മെ വിട്ടുപിരിയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. താങ്കൾ മരണപ്പെടുമോ എന്നതിലേക്കുള്ള സൂചനയാണ് താങ്കൾ നൽകുന്നത് എന്ന് നമുക്ക് തോന്നുകയാണ്. ഫഔസിന, അതുകൊണ്ട് നമുക്ക് വസിയത്ത് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഈ സഹോദരങ്ങൾ, ശരിക്ക് പ്രവാചകന്റെ വാക്കുകൾ, വഹീന്റെ അടിസ്ഥാനത്തിലുള്ള അവിടുത്തെ വാക്കുകൾ ചിന്തിക്കും. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈക്കും ബിസുന്നതി. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ മാർഗ്ഗം മുറുകെ പിടിക്കുക. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. എനിക്ക് ശേഷമുള്ള ഖുലഫാകളുടെ മാർഗ്ഗവും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കണം. അറബി ഭാഷ പഠിക്കുന്ന പ്രത്യേകിച്ച് ഈ തുല്ലാബുകൾ, നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅക്കീദ് ചെയ്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം. ഒരാൾക്കും നിങ്ങളത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരാൾക്കും ഈ മാർഗം നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ രണ്ട് ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രണ്ട് ഹദീസുകൾ, നമ്മളിവിടെ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കിയാൽ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒന്നാമത്തെ കാര്യം, ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഏതാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞില്ല. ഇന്ന് ചില സഹോദരങ്ങളൊക്കെ പറയും, മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, എല്ലാവരും ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയതാണ്. അള്ളാഹുവിൻ്റെ ഖദരിയായ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ കൗനിയായ അവൻ്റെ ഖദറാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭിന്നത നിർബന്ധമായും ഉണ്ടാകും. എന്നാൽ അതിൻ്റെ പരിഹാരം എന്താണ്? ഈ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിജയിക്കണമെങ്കിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ വിജയിക്കണമെന്ന ഉദ്ദേശം മാത്രമാണ്. നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മുടെ പ്രായമുള്ളവർ പുറത്ത് പലതരത്തിലുള്ള ഹറാമുകളിലും മറ്റും ജീവിക്കുമ്പോൾ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ഉദ്ദേശം നാളെ അള്ളാഹുവിനെ കാണുമ്പോൾ നമുക്ക് വിജയിക്കണം റബ്ബിൻ്റെ മുമ്പിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. ഒരാളുടെയും മധ്യസ്ഥതയില്ലാതെ റബ്ബ് നമ്മോട് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭിന്നിപ്പുകൾ ഉണ്ടാവും. ഈ ഭിന്നിപ്പുണ്ടായാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഹദീസുകളിൽ പറഞ്ഞു തന്നു. ഒരു ഹദീസിൽ പറഞ്ഞു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വഉമർ. എനിക്ക് ശേഷം രണ്ടാളുകളെ നിങ്ങൾ പിൻപറ്റുക, ഒന്ന് അബൂബക്കറിനെയും മറ്റൊന്ന് ഉമറിനെയും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. എന്നെയും അതുപോലെ തന്നെ എൻ്റെ സഹാബത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ മാർഗമാണ് ഈ ഉമ്മത്തിൻ്റെ രക്ഷയുടെ മാർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ മാർഗം സഹാബത്ത് ജീവിച്ച ഈ മാർഗം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചിരിക്കുന്ന മുൻഗാമികൾ ജീവിച്ചിരുന്ന ഈ മാർഗം സ്വീകരിക്കുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്, അവർക്കാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ആ ഒരു മാർഗത്തിലായിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം. കാരണം നേരത്തെ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞു വെച്ച ഈ ഉമ്മത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ ഉമ്മത്തിൽ വരുന്ന ഭിന്നതകൾ, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് പുറമെയൊക്കെ ജീവിക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ ചില ആളുകൾ അവരുടെ ജോലിയിൽ മാത്രം ഒതുങ്ങുന്നവരായിരിക്കും, അവർ പഠിക്കാൻ പോകില്ല. ഇപ്പോൾ ദുബായിലുള്ള ആളുകളാണെങ്കിൽ അവിടെ അഹ്ലുസുന്നയുടെ ദുറൂസുകൾ നടക്കുന്നുണ്ട്, അവിടെയുള്ള മശായിഖന്മാരുടെ ദർസുകളുണ്ട്.
അതുപോലെ തന്നെ സലഫി തുല്ലാബുകളുടെ ദുറൂസുകളുണ്ട്. മറ്റു രാജ്യങ്ങളിലും സൗദിയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് ഈ ദുറൂസുകൾ നിലനിൽക്കുന്നു. ഈ ദുറൂസുകളിൽ പോയി അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാലല്ലാതെ എങ്ങനെയാണ് ഹക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇപ്പം ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ അവർ ദീനിൻ്റെ മജാലിസുകളിൽ പോകില്ല, അവർ പഠിക്കില്ല. എന്താണ് അവരുടെ ന്യായം? അവർ പറയും ഇങ്ങനെ കുറേ അഭിപ്രായ വ്യത്യാസമാണ്, നിങ്ങൾ പറയുന്നു നിങ്ങളാ ശരി, അവർ പറയുന്നു അവരാ ശരി, ഏതാ ശരിയെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. അത് ശരിയല്ല. കാരണം സത്യത്തിൻ്റെ മാർഗം കണ്ടെത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ദൈലു തബഖാത്തുൽ ഹനാബിലയിൽ ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഉദ്ധരിക്കുന്നതായി കാണാം, പിശാച് മനുഷ്യരെ അകപ്പെടുത്തുന്ന കെണികളിൽപ്പെട്ടതാണ് ഈ ഒരു വാദം. എനിക്ക് സൂക്ഷ്മത കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ തെറ്റുകളിലേക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിക്കാതെ മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത ഒരുവന് വരുന്നുവെങ്കിൽ അത് പിശാചിൻ്റെ കെണിയിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൽമിൻ്റെ ദുറൂസുകൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സലഫി മൻഹജ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കേവലം വാക്കുകളിൽ ഒതുക്കേണ്ടതല്ല, മറിച്ച് സത്യത്തിൻ്റെ മാർഗം അറിയാൻ നമ്മൾ പഠിക്കണം. ദുറൂസുകളിൽ നിർബന്ധമായും പങ്കെടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിഴച്ച കക്ഷികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ പിഴച്ച കക്ഷികളെക്കുറിച്ച് 72 വിഭാഗങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റ് ഹദീസുകൾ നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് നൽകിയിരിക്കുന്ന താക്കീത്തുകൾ കഠിനമാണ്. കാരണം ഈ 72 കക്ഷികൾ കാഫിരീങ്ങളല്ല, അവർ മുസ്ലിമീങ്ങളാണ്. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് മആലിമുസ് സുനനിൽ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അവർ കാഫിരീങ്ങളല്ല, അവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 72 പിഴച്ച കക്ഷികൾ അവർ ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ മിണ്ടാതിരിക്കുന്നവരല്ല, അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അവരെക്കുറിച്ച് താങ്കൾ നമുക്കൊന്ന് പറഞ്ഞു തരണം. ഈ ഫിത്നയുടെ ആളുകൾ, ലലാലത്തിൻ്റെ ആളുകൾ, അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്തുകൊണ്ടും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ഹും മിൻ ജിൽദതിന, ഈ ആളുകൾ 72 വിഭാഗം അവർ നമ്മിൽപ്പെട്ടവരാണ്. ഈ പിഴച്ച കക്ഷികൾ അവർ നമ്മിൽപ്പെട്ടവരാണ്. യതകല്ലമൂന ബി അൽസിനതിന, അവർ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടാണ്. അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഖുർആനും സുന്നത്തുമാണ് അവരും നമ്മോട് പറയുന്നത്. അവർ പറയുന്നതും ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് അവർ പറയുന്ന ലലാലത്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇൽമു വേണം. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير وكنت أسأله عن الشر. സഹാബികളൊക്കെ പ്രവാചകന്റെ അരികിൽ ചെന്ന് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മകളെക്കുറിച്ച് ചോദിക്കും. മഖാഫത അൻ യുദ്രികനി, ആ തിന്മകളിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർമ്മ വെക്കേണ്ട കാര്യമാണ്, നാം ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കിടയിൽ പല വിഭാഗങ്ങളെയും പല ആളുകളെയും നമുക്ക് കാണാം. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സലഫി ദഅവത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലരും നമുക്കെതിരിൽ ഇവിടെയുണ്ട്. എല്ലാവിധ സംഘടനകളും എല്ലാ ആളുകളും നമുക്കെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മൾ ഹക്കിൻ്റെ ആളുകളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഈ ഒരു നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഏത് സമയത്താണ് നമുക്ക് തെറ്റിപ്പോകുന്നതെന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും തെറ്റിപ്പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിൽ നിൽക്കുന്ന ദാഇമാരായി നമ്മുടെ ജീവിതത്തിൽ പലരെയും നമുക്ക് കാണേണ്ടി വരും. സന്മാർഗത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സലഫിയത്തിലായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വന്ന് ലലാലത്തിലേക്ക് കൊണ്ടുപോകും, ചില ആളുകൾ വന്ന് തിന്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതിനൊന്നും പിടികൊടുക്കാൻ നമ്മൾ പാടില്ല. അതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സലഫി മൻഹജ് എന്നൊക്കെ പറയുമ്പോൾ അഖീദ മാത്രം ചുരുക്കുന്നവരാണ്. അല്ല, അഖീദയിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സലഫി മൻഹജ് നമുക്കുണ്ടാകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതിൽ പഠനത്തിലും നമ്മൾ സലഫികളായിരിക്കണം. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലയുടെ ഒരു അസർ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ല അൽ ജാമി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം, കാനു യതഅല്ലമൂന അൽ ഹദി കമാ യതഅല്ലമൂന അൽ ഇൽം. നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അറിവ് പഠിക്കുന്നത് പോലെ മുൻഗാമികൾ ഹദീന് വേണ്ടി ഹദീ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എന്താണ് ഈ ഹദി എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുൻഗാമികൾ ജീവിച്ചു, അതുപോലെ നമ്മൾ ജീവിക്കണം. ശുബഹത്തിൻ്റെ ആളുകൾക്ക് ചെവി കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക. അവർ പറയുന്ന ലലാലത്തുകൾ നമ്മൾ കേൾക്കാതിരിക്കുക. അവരെന്തെങ്കിലും ക്ലിപ്പുകൾ അയച്ചു തന്നാൽ
അത് കേൾക്കാതിരിക്കുക, മറിച്ച് ഹക്കിൻ്റെ ആളുകൾക്ക് വേണ്ടി നിൽക്കുക, ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുവേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ വീണ്ടും വരികയാണ്, നമ്മൾ പഠിക്കണം. സലഫി മൻഹജ് എന്ന് പറയുന്നത് കേവലം വാക്കുകളിലല്ല, മറിച്ച് അത് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് പഠിക്കുന്നതിൽ ഒരുവൻ വീഴ്ച വരുത്തിയാൽ അവൻ പാപിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു ദീനിൽ അറിവ് നൽകും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അതിനർത്ഥം ഒരുവന് ഇൽമില്ല എങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ഒരുവന് ഇൽമില്ല എങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്കൊരു വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അതിനർത്ഥം എന്താ? അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കാത്തൊരു വിഭാഗമായി അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുക. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനോടും ഇമാം അഹ്മദിനോടും ഒരിക്കൽ ചോദ്യം വന്നു, ഒരു വിശ്വാസി പഠിക്കേണ്ട കാര്യം എന്താണ്? അവർ രണ്ടുപേരും പറഞ്ഞു, മാ യുഖീമു ബിഹി ദീന. അവൻ്റെ ദീൻ നിലനിർത്താൻ ആവശ്യമായത് ഒക്കെ അവൻ പഠിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോരോ മുസ്ലിമിനും വാജിബായ കാര്യമാണ്, നിർബന്ധ ബാധ്യതയാണ്. സലഫി തർബിയത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആദ്യ പാഠം ഇൽമ പഠിക്കലാണ്. നിങ്ങൾ പഠിക്കണം. എൻ്റെ സഹോദരങ്ങൾ, എന്തായാലും ജീവിതത്തിൽ ഒരു സമയം കണ്ടെത്തുമെന്ന് തീരുമാനിക്കുക. നമ്മൾ പഠിക്കുക, നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇൽമ് നമ്മൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എങ്കിൽ നമ്മൾ പാപികളാണ്. നമ്മുടെ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എന്താണ് എന്ന് പഠിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഈ മൻഹജ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ്, സലഫി തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, ഈ സംസാരം കേൾക്കുന്ന മുതിർന്നവരായ ആളുകൾ നമ്മൾ തീരുമാനമെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കൊണ്ടുവരും, നമ്മൾ പഠിക്കും, നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ളലാലത്തിന്റെ ആളുകൾ വന്ന് അവരുടെ ബിദ്അത്തുകളും അവരുടെ ഹവയും നമ്മുടെ മുമ്പിൽ പറയാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നമ്മൾ ഈ മൻഹജ് മുറുകെ പിടിക്കേണ്ടവരാണ്, ഈ മൻഹജ് ഇവിടെ നിലനിർത്തേണ്ടവരാണ്, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരാണ്. അതിന് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിലുള്ള മറാക്കിസുകൾ പ്രവർത്തിക്കുന്നു. അഹ്ലുസുന്നയുടെ മർക്കസുകൾ അള്ളാഹുവിൽ മാത്രം വരവേൽപ്പിച്ചുകൊണ്ട് ചില പ്രയാസങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്ത് അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ചില ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ബാധ്യത എന്താണ്? നമ്മൾ ഒരു ഭാഗത്ത് ദീന് പഠിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക. ഒരു നോട്ടം കൊണ്ട് ഇങ്ങനെയുള്ള മറാക്കിസുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക, എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. അത് സദഖയാണെങ്കിൽ ഒരു സദഖ, ഇനി ഏത് രൂപത്തിലുള്ള ദഅവത്ത്, ഏത് രൂപത്തിലുള്ള ഖൈറാണോ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ സഹാബത്തിൻ്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറയാറുള്ളത് എന്താ? പ്രവാചകരെ, ഒരു നന്മ ചെയ്യാനുള്ള അവസരം എനിക്ക് വേണം. പ്രവാചകൻ്റെ അരികിൽ വന്ന് സഹാബികൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, എന്തെങ്കിലും ഒരു ഖൈറ് പറഞ്ഞു തരണം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ. ഒരായത്ത് ഇറങ്ങുമ്പോൾ സഹാബികൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ മത്സരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി ഒരിക്കൽ, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കടം നൽകുക എന്ന ആയത്ത് ഇറക്കി. ഇത് കേട്ട അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന് കടത്തിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഉദ്ദേശം സദഖ നൽകുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദഹ്ദാഹിനോട് പറഞ്ഞു, ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടവരെ ആവശ്യമുണ്ട്. ഇത് കേട്ടയുടൻ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകരെ, താങ്കളൊന്ന് താങ്കളുടെ കൈകൾ നീട്ടിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ നീട്ടിയപ്പോൾ ആ സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, പ്രവാചകരെ, എൻ്റെ കയ്യിൽ ഒരു തോട്ടമുണ്ട്, ഒരു തോട്ടം. ആ തോട്ടം ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്യാൻ തയ്യാറാണ്. ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നൽകാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സുകൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്ര വിശാലമായിരുന്നു! അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ളവർ. നമ്മൾ പൊതുവെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലഫി തർബിയത്ത് എന്ന് പറയുന്നത് കേവലം അഖീദയിൽ ഒതുക്കേണ്ടതല്ല. നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ സലഫി ആയിരിക്കണം.
ദാനധർമ്മങ്ങളിൽ നമ്മൾ സലഫികളായിരിക്കണം, മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ സലഫികളായിരിക്കണം, നമുക്ക് ഉതകുന്ന കാര്യങ്ങളിൽ മാത്രം തലയിടുന്നതിൽ നമ്മൾ സലഫികളായിരിക്കണം. അതല്ലാതെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുന്നവരല്ല സലഫികൾ. ഞാൻ പറഞ്ഞു വന്നത് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ 600 അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു തോട്ടമുണ്ട്, ആ തോട്ടം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തരാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ 600ഓളം ഈന്തപ്പന തൈകളുണ്ട്. 600ഓളം ഈന്തപ്പന തൈകൾ. അതറിയുന്നവർക്കറിയാം എത്ര വലിയ സമ്പാദ്യമാണത്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകും. അങ്ങനെ അദ്ദേഹം തോട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ആ തോട്ടത്തിലുണ്ട്. അവർ ആ തോട്ടത്തിൽ അവരുടെ സമയങ്ങൾ ചെലവഴിക്കുകയാണ്. അദ്ദേഹം അവരുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുക, ഞാനിത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതാ നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സലഫി തർബിയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സലഫി തർബിയത്ത് എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുക്കാനുള്ളതല്ല എന്ന് ഉത്തമമായ മാതൃക അവരുടെ ഭാര്യ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നമുക്ക് കാണിച്ചു തരുന്നു. അബൂ ദഹ്ദാഹ് അവരോട് തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവരുടെ ഭാര്യ ഒരിക്കലും പറഞ്ഞില്ല, ഒന്നുമില്ലെങ്കിലും നമ്മോടൊന്ന് കൂടിയാലോചിക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്ര നല്ലൊരു സമ്പാദ്യം കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് അവരുടെ ഭാര്യ അവരോട് പറഞ്ഞു, റബിഹൽ ബൈഅ, താങ്കൾ ചെയ്തിരിക്കുന്ന കച്ചവടം വളരെ ലാഭകരമായ കച്ചവടമാണ്. കാരണം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളൊരു അവസരം ലഭിച്ചപ്പോൾ അവിടെ ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ ദീന നിലനിൽക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശബ്ദമുയരാൻ അവരെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അതവർ ചെയ്തു. അതായിരുന്നു അവരുടെ ജീവിതം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു നൽകിയിരിക്കുന്ന വളരെ തുച്ഛമായ ഈ അവസരങ്ങൾ ഇത് നാം വിശാലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. ഈ ദീനി ദഅവത്ത്, ഈ സലഫി ദഅവത്ത് ഇവിടെ നിലനിർത്താൻ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ നിർബന്ധമായും ചെയ്യണം. കാരണം വിജയിക്കുന്നവർ ഈ മാർഗത്തിലുള്ളവർ മാത്രമാണ്. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കേവലം ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വാക്കുകളായി നമ്മൾ പോകരുത്. ഞാനും എൻ്റെ സഹാബികളുമുള്ള മാർഗം എന്ന് പറയുന്നത് കേവലം വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സദഖ വേണമെന്ന് പറയുമ്പോൾ സദഖ കൊടുക്കാൻ 600 ഈന്തപ്പന തോട്ടങ്ങളുള്ള ഒരു ഈന്തപ്പന തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ ആ സഹാബി തയ്യാറാകുന്നു. അവരുടെ ബുദ്ധി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യം വന്നപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ സദഖ ചെയ്യുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽയൗമ അസ്ബിഖു അബാ ബക്കർ, ഇന്ന് ഞാൻ അബൂബക്കറിനേക്കാളും സദഖ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്? അന്ന് കുറച്ച് സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല. ഹദീസിൽ കാണാം, ഫവാഫഖ ദാലിക മാലൻ ഇൻദി, അന്നേ ദിവസം കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു, പൊതുവെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽയൗമ അസ്ബിഖു അബാ ബക്കർ, ഇന്ന് ഞാനിതാ അബൂബക്കറാണ് എപ്പോഴും എന്നെക്കാളും നന്മ ചെയ്യുന്നത്, ഇന്ന് ഞാൻ അബൂബക്കറിനേക്കാളും ചെയ്യുമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് അരികിലുള്ള സമ്പാദ്യത്തിൻ്റെ നേരെ പകുതി എടുത്തുകൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നൽകി. പ്രവാചകൻ ചോദിച്ചു, വീട്ടുകാർക്ക് എന്താണ് ബാക്കിയാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നതുപോലെ മറ്റൊന്ന് വീട്ടിലുണ്ട്. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, താങ്കൾ വീട്ടിൽ എന്താണ് ബാക്കിയാക്കിയത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവും റസൂലും അവരോടുള്ള ഇഷ്ടം, അത് കാരണത്താൽ ഇനി കുടുംബത്തിൻ്റെ വിഷയം, പ്രിയപ്പെട്ടവരെ, അവർ അതിനേക്കാളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് മുൻഗണന നൽകി അവരുടെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്നൊക്കെ പറയുമ്പോൾ കേവലം വാക്കുകളിലുള്ള പറച്ചിൽ മാത്രമാകാൻ പാടില്ല, മറിച്ച് ജീവിതത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മറാക്കിസുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കോട്ടകളായി നമ്മുടെ നാടുകളിൽ നിൽക്കുമ്പോൾ അതിന് നമ്മെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുക. ഒരു ദുആ, ഈ മർക്കസുകൾ നിലനിർത്താനുള്ള ദുആ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രാത്രി സമയങ്ങളിലുള്ള ദുആകളിൽ ഇങ്ങനെയുള്ള മറാക്കിസുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചിന്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്നില്ല. സലഫി തർബിയത്ത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ കാലം ഇങ്ങനെയുള്ള മറാക്കിസുകൾ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയവരാണെങ്കിൽ കാണാം, എത്ര വൃത്തികേടുകളാണ് ഓരോ ദിവസവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികൾ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരിക്കുന്ന സംസാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ, സ്വന്തം മാതാവിനെ ലൈംഗികമായി കാണണമെന്ന് പറയുന്ന ആളുകൾ, സ്വന്തം സഹോദരിയെ ആ രൂപത്തിൽ സമീപിക്കണമെന്ന് പറയുന്ന ആളുകൾ, മലയാളത്തിൽ ഇത്രയും കാലം വൃത്തികെട്ട വാക്കുകളായി കണ്ട വാക്കുകൾ അത് പറയാനുള്ള അവകാശം വേണമെന്ന് ചാനലുകളിലും മറ്റും പരസ്യമായി വന്ന് പറയുന്ന ആളുകൾ, ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് മനാറത്തുൽ ഇൽമായി അള്ളാഹുവിൻ്റെ ഈ ദീൻ ഉയർത്താൻ, സലഫി ദഅവത്ത് ഉയർത്താൻ
മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാർഗ്ഗം ഉയർത്താൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മറാക്കിസുകൾ സലഫി ദഅവത്ത് വ്യാപിപ്പിക്കാൻ നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു കണ്ണിയായി നിൽക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകളിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവർ ഇബാദത്തുകളിൽ നന്മകളിൽ ആനന്ദം കണ്ടെത്തി. അബുൽ ഫദ്ൽ അസ്സുഹരി റഹിമഹുല്ലയുടെ ഹദീസ് എന്ന കിതാബിൽ അദ്ദേഹത്തിൻ്റെ ഹദീസിൽ മുആദ് ബിൻ ജബലിൻ്റെ ഒരു അസർ കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹം കരഞ്ഞു. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക്, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കൾ എന്തിനു കരയുന്നു? താങ്കൾ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പല സാഹചര്യങ്ങളിൽ പുകഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും കരയുന്നത് മരണത്തെ ഭയന്നുകൊണ്ടല്ല, ലാ അബ്കി ജസഅൻ മിനൽ മൗത്ത്, മരണത്തെ ഭയന്നുകൊണ്ടല്ല, വലാകിൻ അബ്കി അലാ ലമഇൽ ഹവാജിർ, ഞാൻ കരയുന്നത് ശക്തമായ ചൂടുള്ള സമയം നോമ്പനുഷ്ഠിക്കുന്നതിൽ ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം എനിക്ക് ലഭിക്കുകയില്ല എന്ന വേദനയായിരുന്നു എനിക്ക്. രാത്രിയിൽ ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ നിസ്കരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു ആനന്ദമുണ്ട്. അതിനി മുതൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കില്ലേ എന്ന ഭയമായിരുന്നു എനിക്ക് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികൾ അവരുടെ വിശ്വാസങ്ങളിൽ സലഫി മൻഹജ് മുറുകെ പിടിച്ചതുപോലെ, അവരുടെ അഖീദയിൽ, അതുപോലെ അവരുടെ ജീവിതത്തിൽ സലഫി മൻഹജ് മുറുകെ പിടിച്ചതുപോലെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സലഫി ദഅവത്ത്, സലഫി തർബിയത്ത് മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ സംസാരിക്കുന്നത്, നമുക്ക് വലിയ വിഷയമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ സലഫി ദഅവത്തിനെതിരാണ്, സലഫി മൻഹജിനെതിരാണ്. നമുക്ക് എന്താണോ വശമായിട്ടുള്ളത് അത് നമ്മൾ സംസാരിക്കുക. നമ്മുടെ ഒരു ഖദർ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഖദർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം അഹ്മദിനെ കുറിച്ച് മോശമായി സംസാരിച്ച ചില ആളുകളെ കുറിച്ച് ഇബ്നു അഖീൽ റഹിമഹുല്ല പറഞ്ഞതിന് ഹാഫിദ് അദ്ദഹബി സിയർ അലാമിൻ നുബലാഇൽ തഅലീഖ് നൽകിയതായി കാണാം. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷയത്തിലും മറ്റൊക്കെ സംസാരിക്കുന്ന ആളുകൾ, ദഹബി പറയുന്നു, ഹുവ ലാ യഅരിഫു റുത്ബത നഫ്സി, അവന് സ്വന്തം നഫ്സിനെ കുറിച്ച് അറിയാത്തവനാണ്. ഫകൈഫ യഅരിഫു റുത്ബത ഗൈരി, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞ് അവൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് സ്വയം നഫ്സിൻ്റെ ഖദർ നമ്മൾ മനസ്സിലാക്കുക. നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താണ്? ഈ ദീനനുസരിച്ച് ജീവിക്കുക. മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞ ആ ഒരു മനഹജിൽ ജീവിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം ജീവിതത്തിൽ നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കുക. ഏത് കാര്യത്തിൽ നമ്മൾ തലയിടുമ്പോഴും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഇതിന് വിചാരണ ഉണ്ടാകുമെന്നൊരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് സലഫി ദഅവത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മുടെ മക്കൾക്ക് അതനുസരിച്ചുള്ള തർബിയത്ത് നൽകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. എൻ്റെ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം ഹറാമുകളിലേക്കും മറ്റുമൊക്കെ നമ്മുടെ മക്കൾ പോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. തിന്മകളെയൊക്കെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്ന മനുഷ്യ പിശാചുക്കൾ നമുക്കിടയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. തിന്മകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. റബ്ബിനെ ധിക്കരിക്കുന്നതിൽ ആളുകൾ ആസ്വാദനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയം ഇബാദത്തുകളിൽ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകളിൽ ആസ്വാദനം കണ്ടെത്തി അഹ്ലുസുന്നയുടെ മൻഹജ് അനുസരിച്ച് ജീവിക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണം. നിസ്കരിക്കുന്നതിൽ സന്തോഷമുണ്ടാകാൻ പറ്റണം. അതായിരുന്നു മുൻഗാമികളുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുഇല ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കരിക്കുമ്പോൾ കൺകുളിർമ ലഭിക്കുകയാണ്. ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിസ്സലാ, ബിലാലെ ഇഖാമത്ത് കൊടുക്കുക, നിസ്കാരം നിലനിർത്ത്, അരിഹ്നാ ബിസ്സലാ, എനിക്ക് അതിലൂടെ റാഹത്ത് ഉണ്ടാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ സാബിത് അൽ ബുനാനി റഹിമഹുല്ല പറഞ്ഞതായി ഹില്യയിൽ കാണാം. അദ്ദേഹം പറയുന്നു, കാബത്തു സ്വലാത്ത് 20 സന, ഞാൻ 20 വർഷം നന്നായി നിസ്കരിച്ചു, പരിശ്രമിച്ചു. വതനഅംതു ബിഹാ 20 സന, പിന്നീടുള്ള 20 വർഷം എനിക്ക് നിസ്കാരം ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മുൻഗാമികൾ ഈ ഇബാദത്തുകളിലൊക്കെ ഇങ്ങനെ മുന്നേറുന്നതിൻ്റെ രഹസ്യം എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇബാദത്തുകളിൽ അവർക്ക് ഇങ്ങനെ മുന്നേറാൻ സാധിക്കുന്നത്? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദ് യുദ്ധത്തിൽ അവിടുത്തെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ തൽഹ റളിയല്ലാഹു അൻഹു നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സുമയ്യ റളിയല്ലാഹു അൻഹ പീഡിപ്പിക്കപ്പെടുന്നു. അമ്മാർ ബിൻ യാസിർ ആക്രമിക്കപ്പെടുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെടുന്നു. മുജാഹിദ് ബിൻ ജബർ പറഞ്ഞതുപോലെ ആദ്യകാലം മക്കയിൽ ഇസ്ലാം പ്രകടമാക്കിയ 7ഓളം ആളുകളിൽ 5 പേരെയും ശക്തമായ പീഡനങ്ങൾക്ക് അവരെ വിധേയരാക്കിയിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ അവർ പിന്മാറിയിട്ടില്ല.
അവരതിൽ ആനന്ദം കണ്ടെത്തി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് എൻ്റെ ശരീരം നൽകാൻ പറ്റിയില്ലെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബദർ യുദ്ധത്തിൽ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഉദ്ദേശിച്ച് പോയതായിരുന്നില്ല, മറിച്ച് ഒരു കച്ചവട സംഘത്തെയും തേടി പോയതാണ്. അതുകൊണ്ട് പിന്നീട് നടന്ന യുദ്ധത്തിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ, ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ റബ്ബെന്നിൽ നിന്നത് കാണും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അള്ളാഹു കാണും. പിന്നീട് ഉഹദ് യുദ്ധം വന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ചില ആളുകളൊക്കെ മുസ്ലിമീങ്ങൾക്ക് ചെറുതായി പരാജയം സംഭവിച്ചപ്പോൾ ചില സഹാബികൾ പിന്മാറിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മുന്നോട്ടേക്ക് തന്നെ അദ്ദേഹം മുന്നിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ സഅദ് ബിൻ മുആദ് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഉഹദ് പർവ്വതത്തിൻ്റെ പിറകിൽ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ സ്വർഗം ആസ്വദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വറബ്ബൻ നദർ, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ഇന്നി അജിദു റീഹൽ ജന്നതി മിൻ ദൂനി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ ആസ്വാദനം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉഹദിന്റെ ഭൂമിയിലേക്ക് എടുത്തു ചാടുകയും അദ്ദേഹം അവസാനം ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ശരീരം വെട്ടിമുറിക്കപ്പെട്ട് ആ ജിനാസ ആരുടേതാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവസാനം അവരുടെ സഹോദരി റുബയ്യ ബിൻത് നദർ റളിയല്ലാഹു അൻഹ വന്ന് അവരുടെ വിരൽ തുമ്പ് നോക്കിക്കൊണ്ടാണ് ജിനാസ മനസ്സിലാക്കിയത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു ദീനിന് വേണ്ടി അവർ സമർപ്പിച്ചിരിക്കുന്ന സേവനങ്ങൾ, ദീനിന് വേണ്ടി അവർ നൽകിയിരിക്കുന്ന സേവനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നൽകുന്നത് എന്താണ്? ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് വലുതായി ചെയ്യുന്നു എന്ന് തോന്നലാണ് പലപ്പോഴും നമുക്ക്. ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറവ് ചെയ്തതിന് ശേഷം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് നൽകിയിരിക്കുന്ന കരാറുകൾ പൂർത്തീകരിച്ചവർ, റബ്ബിന് നൽകിയിരിക്കുന്ന കരാറുകൾ പൂർത്തീകരിച്ചവർ. അള്ളാഹു പറയുന്നു, മിൻഹും മൻ ഖളാ നഹ്ബ, അതിൽ ചില ആളുകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി. വമിൻഹും മൻ യൻതളിർ, ചില ആളുകൾ ഇന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് മുസ്ലിം. അള്ളാഹുവിന്റെ മാർഗത്തിൽ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിൽ ചെയ്യുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. മുജാഹിദ് റഹിമഹുല്ലാ പറയാറുണ്ട്, ലാ അദ്രി അയ്യ നിഅമതൈനി അലയ്യ അഅ്ളം, അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിൽ ഏതാണ് വലുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അൻ ഹദാനി ലിൽ ഇസ്ലാം ഔ ഹദാനി ലിസ്സുന്ന, എനിക്ക് അള്ളാഹു ഇസ്ലാം നൽകിയതാണോ അതല്ല ഈ സുന്നത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധിച്ചതാണോ എന്നുള്ളത്. അതുകൊണ്ട് സുന്നത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തൗഫീഖ് ലഭിച്ചവർ, എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് തീരുമാനമെടുക്കുക, ഇനി ഞാൻ ഈ മൻഹജിൽ തന്നെ ഉറച്ചു നിൽക്കും. എൻ്റെ വാക്കുകളിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ കച്ചവടത്തിൽ, എല്ലാ മേഖലയിലും ഈ ജീവിതത്തിൽ ഉറച്ചു നിൽക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക, അതിനെ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനാവശ്യമായ സംവിധാനങ്ങളെ നമ്മെ കൊണ്ട് എന്ത് സപ്പോർട്ടാണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക. അതൊരു വാക്കാണെങ്കിലും ഒരു പ്രവർത്തനമാണെങ്കിലും എന്താണോ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞില്ലേ, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്ത് ഉയരാൻ വേണ്ടി ഒരുവൻ പോരാടുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉദ്ദേശം റബ്ബിൻ്റെ കലിമത്ത് ഇവിടെ ഉയരണം എന്നതായിരിക്കും. എല്ലാ സമയത്തും നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കലിമത്ത് ഇവിടെ ഉയരണം, തൗഹീദ് ഇവിടെ പ്രകാശിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് ഇവിടെ ജനങ്ങൾക്കിടയിൽ എത്തണം. ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം മുറുകെ പിടിക്കാനും സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയം. ആ ഒരു ജീവിതത്തിൽ അഹ്ലുസുന്നയുടെ തർബിയത്ത് അനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ പറഞ്ഞയച്ച് നമ്മുടെ മക്കളെ ആ രൂപത്തിലുള്ള തർബിയത്ത് കൊടുത്ത് മക്കളെ നല്ല രൂപത്തിൽ ഉമ്മയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച്, ഉസ്താദുമാരോടുള്ള അദാബുകൾ പഠിപ്പിച്ച്, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ച് സുന്നത്തിലായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, മൻ മാത അല സുന്നതി ഫല്യുബ്ശിർ, മൻ മാത അല സുന്നതി ഫല്യുബ്ശിർ, മൻ മാത അല സുന്നതി ഫല്യുബ്ശിർ. സുന്നത്തിലായി മരിക്കാൻ സാധിച്ചാൽ അവർക്ക് സന്തോഷിക്കാം. നാളെ അള്ളാഹുവിനെ കാണുമ്പോൾ സന്തോഷിക്കാനുള്ള വക അവർക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹകരിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക, സുന്നത്തിന് വേണ്ടി പണിയെടുക്കുക, സുന്നത്തിന് വേണ്ടി ജീവിക്കുക. ഈ സുന്നത്തിനെ ഉയർത്താൻ നമുക്കാകുന്ന ഏത് പ്രവർത്തനവും നമ്മൾ ചെയ്യുക. അവസാനം കഴിഞ്ഞ ദർസിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഒന്നുകൂടി ആവർത്തിച്ച് അവസാനിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസ്, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, മാ ഹും ബി അംബിയാ വലാ ബിശുഹദാ, അവർ അംബിയാക്കളോ ശുഹദാക്കളോ അല്ല, വലാകിൻ യഗ്ബിതുഹുമുൽ അംബിയാഉ ശുഹദാ, അവർക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം കണ്ട് അംബിയാക്കളും ശുഹദാക്കളും ഗിബതത്ത് ആകും. ഗിബതത്ത് എന്ന് പറഞ്ഞാൽ അവർ കൊതിക്കും, എത്ര വലിയ സ്ഥാനമാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ചില ഹദീസുകളിൽ കാണാം, ഹും ഖൗമുൻ തഹാബു ബിറൂഹില്ലാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ, മിൻ ഗൈരി അർഹാമിൻ ബൈനഹും, അവർക്കിടയിൽ ബന്ധങ്ങളില്ല, അവർ കുടുംബക്കാരല്ല, വല അംവാലിൻ യതആതൂനഹ, അവർ പരസ്പരം സാമ്പത്തിക ഇടപാട് നടത്തിയത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി നാളെ അവർക്ക് സ്വർഗത്തിൽ പ്രകാശം കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ അള്ളാഹു തയ്യാറാക്കുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സലഫി മൻഹജിൽ, അഹ്ലുസുന്നയുടെ മൻഹജിൽ നാം ജീവിക്കാൻ ശ്രമിക്കുക, അത് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു നൽകുക. നമ്മുടെ മക്കൾ അമാനത്താണ്, അവർക്ക് ആ ബോധം, അവർക്ക് സലഫി മൻഹജ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.